ദുബായ് കവനീജിൽ സ്ഥിതി ചെയ്യുന്ന ഖുർആനിക് പാർക്കിലേക്കാണ് നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇന്ന് സഞ്ചരിക്കുന്നത്. 150 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ പാർക്കിന് ചുറ്റുമായി സൈക്ലിങ്ങിനും ജോഗിങ്ങിനും പ്രത്യേക പാത ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഗ്ലാസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിനായുള്ള ടിക്കറ്റ് ഇതിന് സമീപത്തുള്ള മെഷീനിൽ നിന്നും പ്രത്യേകം ചാർജ് നൽകിയാൽ നമുക്ക് സ്വന്തമാക്കാം. ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇരുനിലകളിലായുള്ള ഈ ഗ്ലാസ് ഹൗസിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലെ ഈ നടപ്പാത ഒരുക്കിയിട്ടുള്ളത്. ശീതീകരിച്ച ഈ ഗ്ലാസ് ഹൗസിനുള്ളിലെ നടപ്പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 20-ൽ പരം സസ്യങ്ങളെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഖുർആനിക് പാർക്കിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ ഗ്ലാസ് ഹൗസ്. ചെറിയൊരു തടാകവും ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. വർണ്ണപുഷ്പങ്ങളാൽ അലങ്കൃതമായ പച്ചപ്പരവതാനി വിരിച്ച വളരെ വിശാലമായ ഒരു പാർക്കാണിത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി വൈകുന്നേരം സമയം ചിലവഴിക്കാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടെയുള്ള മറ്റൊരു ആകർഷണമാണ് ഈ കാണുന്ന മൂസ തടാകം അല്ലെങ്കിൽ മോസസ് ലേക്ക്. ഈ തടാകത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇതിൻ്റെ മധ്യഭാഗത്തുകൂടി ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ദൂരക്കാഴ്ചയിൽ സഞ്ചാരികൾ തടാകത്തിൽ കൂടി നടക്കുന്നതായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. തടാകത്തെ മുറിച്ചു കടന്ന് മുന്നോട്ട് നീങ്ങുന്നത് മിറാക്കിൾ കേവിലേക്കാണ്. ഈ കാണുന്നത് മിറാക്കിൾ കേവിൻ്റെ പുറംഭാഗമാണ്. വിശാലമായ ഈ മിറാക്കിൾ കേവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനും പ്രത്യേകം ചാർജ് നൽകേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് മിറാക്കിൾ കേവിൻ്റെ കവാടം. പ്രത്യേകം സംഘങ്ങളായാണ് സഞ്ചാരികളെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പ്രവേശന ഭാഗത്ത് അല്പനേരം കാത്തു നിന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പ്രവാചകരുടെ ജീവിതവും ഇസ്ലാമിക ചരിത്രത്തെയും കുറിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ ലേസർ സംവിധാനത്തിൻ്റെ സഹായത്തോടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. മിറാക്കിൾ കേവിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം രാത്രിയായി. ഈ കാഴ്ചകളും കൂടി കണ്ട് ഇവിടെ നിന്നും മടക്കയാത്രയായി.